കാസിയോ F91W ഒരുപാട് പേര് ഉപയോഗിക്കുന്ന വാച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വാച്ചിൽ സമയം ശരിയാക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലൂട്ട് ആപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കാര്യം, ഈ വാച്ചിൻ്റെ ബാക്കിലായിട്ട് ഇവിടെയായിട്ട് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ 593 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന മൊഡ്യൂളിൻ്റെ നമ്പറാണ്. കാസിയോ വാച്ചുകളിൽ സാധാരണയായിട്ട് ബാക്കിൽ ഇതുപോലെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൊഡ്യൂൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ കാസിയോ F91W മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പല വാച്ചുകളിലും കാസിയോ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം മൊഡ്യൂൾ ഉപയോഗിക്കുന്ന എല്ലാ വാച്ചുകളിലും ഇതുപോലെ തന്നെയായിരിക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വാച്ചിൽ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ബട്ടണുകൾ ഏതൊക്കെ നോക്കാം. ഇവിടെ ഒരു ലൈറ്റ് ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു മോഡ് ബട്ടൺ ഉണ്ട്, ഇവിടെ അലാം ഓൺ ഓഫ് 24 hour ബട്ടൺ ഉണ്ട്. ഇത് ഇങ്ങനെ ഇപ്പോൾ ടൈം കീപ്പിംഗ് മോഡിലാണ് സമയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ ഒരു ബട്ടൺ 24 hour ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ 24 hourൽ കാണിക്കും. ഇത് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 12 hourൽ കാണിക്കും. ആ രണ്ട് ഫോർമാറ്റിലേക്ക് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. മോഡ് ബട്ടൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം കീപ്പിംഗ് മോഡിലാണ്. മോഡ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാമിലേക്ക് വന്നു, വീണ്ടും പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് വാച്ച്, വീണ്ടും പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സെക്കൻഡ് മിന്നി തുടങ്ങി. ഇങ്ങനെയാണ് നമ്മൾ ടൈം ചേഞ്ച് ചെയ്യണത്. ഒന്നുകൂടി കാണിക്കാം. 1 2 3 കണ്ടോ, ഇവിടെ ഇത് മിന്നി തുടങ്ങി. ഇപ്പോൾ ഇത് 11 സെക്കൻഡ് ആയിട്ടുള്ളൂ. 30 സെക്കൻഡ് ആവുന്നതിന് മുമ്പാണ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 0ലേക്ക് റീസെറ്റ് ആവും. ഇവിടുത്തെ മിനിറ്റ് മാറില്ല, മിനിറ്റ് 11 തന്നെ ആയിരിക്കും. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിറ്റ് 1 മിനിറ്റ് മുന്നിലേക്ക് മാറും. കണ്ടോ 12 11 എന്നുള്ളത്. അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലായല്ലോ. സെക്കൻഡ് റീസെറ്റ് ചെയ്യാനായിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. സെക്കൻഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് മിനിറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമുക്കിപ്പോൾ ഏത് സമയത്തിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 1:58 November 21 തേഴ്സ്ഡേ ആണ്. ഈ ലൈറ്റിൻ്റെ ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലിങ്ക് ചെയ്യണത് മണിക്കൂറിലേക്ക് വരും. ഇനി നമ്മൾ ആ മണിക്കൂർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. 1 മണിയാണ് ഇപ്പോൾ PM. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു മുന്നിലേക്ക് മാത്രമേ പോവുള്ളൂ കേട്ടോ. ഇവിടെ 1 കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 1 AM ആണ്. AM ഇവിടെ എഴുതി കാണിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് 1 PM ആണ്. അപ്പോൾ 1 PM കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും ഇത് മുന്നിലേക്ക് തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ AM ആണെങ്കിൽ AM വെക്കാം. ഇതിപ്പോൾ PM ആയതുകൊണ്ട് ഞാൻ PMലേക്ക് പോവാണ്. കണ്ടാ ഇപ്പോൾ 1 PM ആയി. ഇനി അടുത്ത് നമുക്ക് 58 സെറ്റ് ചെയ്യേണ്ടത്. ഒന്നും കൂടി ലൈറ്റ് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്താൽ ഈ 13 ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. നമ്മൾ അതിനെ ഇത് ഒരു സൈഡിലേക്ക് മാത്രമേ നീങ്ങുള്ളൂ കേട്ടോ, ഫ്രണ്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. പിന്നെ ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 58ലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. 58ൽ സെറ്റ് ചെയ്തു. ഇനി വീണ്ടും ലൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് വന്നു. ഈ 2 മന്താണ് കാണിക്കുന്നത് കേട്ടോ. മന്ത് നമ്മുടെ നവംബറാണ്. അപ്പോൾ നമുക്കത് 11 ആക്കണം, 11 ആക്കണം. ഓക്കെ. ഇത് കഴിഞ്ഞ് വീണ്ടും ലൈറ്റ് ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 25 ബ്ലിങ്ക് ചെയ്യും. ഇത് 21 ആണ്. നമുക്ക് പിന്നേക്ക് പോകാൻ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ പോകണം. 21. ഓക്കെ. ഇനി ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാറ്റർഡേ എന്നുള്ളതാണ് ബ്ലിങ്ക് ചെയ്യണത്. നമുക്ക് തേഴ്സ്ഡേ ആക്കണം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഓക്കെ. ഇയർ ഇതിൽ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലൈറ്റ് ഒന്നുകൂടി പ്രസ് ചെയ്യാം. വീണ്ടും ഇവിടെ ബ്ലിങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ബ്ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മോഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ടൈം അഡ്ജസ്റ്റ് ആയി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി എങ്ങനെയാണ് ഈ വാച്ചിൽ അലാം സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ വാച്ച് ടൈം കീപ്പിംഗ് മോഡിലാണ്. മോഡ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ അലാമിലേക്ക് വന്നു. അലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് അലാം ഓണോ ഓഫും ചെയ്യുന്നത്. ലൈറ്റ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറുകൾ വരും. ഇവിടെ 1 എന്നുള്ളത് ബ്ലിങ്ക് ചെയ്യണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഒരു 2:20 പോട്ടെ 2:22 അലാം സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോൾ PM ആണ്. അപ്പോൾ ടെസ്റ്റിന് വേണ്ടി നമുക്ക് PMലേക്ക് മാറ്റാം. PM. ഒന്നുകൂടി ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിനെ നമുക്ക് 21ലേക്ക് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മോഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ 2:20 2:21 ആകുമ്പോൾ അലാം അടിക്കും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാം ഓഫ് ആയിക്കോളും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിലെങ്ങനെയാണ് ഓരോ മണിക്കൂർ ഇടവിട്ട്
ബീപ്പ് ബീപ്പ് സൗണ്ട് കേൾക്കണമെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മോഡിൽ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ അലാമിൽ വന്നതിന് ശേഷം ഈ 24 hour എന്നുള്ള ബട്ടൺ ഇവിടെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബെൽ ബട്ടൺ വന്നു. ഈ ബെൽ ബട്ടൺ വന്നു കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ബീപ്പ് ബീപ്പ് സൗണ്ട് കേൾക്കും. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലാം ഓൺ ആവും. നമുക്കിപ്പോൾ അലാം വേണ്ട, അതുകൊണ്ട് അലാം നമ്മൾ ഓഫാക്കി കളഞ്ഞു. അവർലി സിഗ്നൽ മാത്രം, അവർലി ടൈം സിഗ്നൽ മാത്രം നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർലി ടൈം സിഗ്നൽ നമ്മൾ ഓൺ ചെയ്യുന്നത്. അടുത്തത് സ്റ്റോപ്പ് വാച്ചാണ്. സ്റ്റോപ്പ് വാച്ചിന് വേണ്ടിയിട്ട് മോഡിൽ വെച്ചിട്ട് 1, 2 സ്റ്റോപ്പ് വാച്ചിലേക്ക് പോവാം. ഈ ബട്ടൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ടാവും. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. ലൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. ഇത്രയേ ഉള്ളൂ സ്റ്റോപ്പ് വാച്ച്. വളരെ സിമ്പിളാണ് ഈ ഒരു വാച്ചിൻ്റെ ടൈം സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേട്ടാ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.